കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ എന്ന് പറയുന്നു. പ്രിയ ദൈവമക്കളെ, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ പോലും അത് വിശ്വസിച്ചില്ല. പക്ഷെ പ്രവാചകൻ മുഖാന്തരം തന്നെക്കുറിച്ച് പറഞ്ഞിരുന്നത് താൻ മരിച്ചിട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. ഇങ്ങനെ പല കാര്യങ്ങൾ താൻ ജീവനോടെ ഇരുന്നപ്പോൾ തൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നു. എന്നാലും ആ ഒരു സമയം വന്നപ്പോൾ അതിനെ അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവരെ ദൈവം മന്ദബുദ്ധികളെ എന്ന് വിളിക്കുകയാണ്. അതേപോലെ തന്നെ ഇന്ന് നാം ലോകത്ത് നോക്കുമ്പോൾ സ്പഷ്ടാംഗമായി യേശുക്രിസ്തു വിടുതലാക്കുന്ന സാക്ഷികൾ നാം കേൾക്കാറുണ്ട്. യേശുവിനോട് കൂടെ നടന്ന അനേക ദൈവഭക്തന്മാരുടെ ജീവിത ചരിത്രങ്ങൾ നമുക്കറിയാം. ഇതെല്ലാം നാം അറിഞ്ഞിട്ടും പലപ്പോഴും ദൈവത്തിൽ വിശ്വാസം ഉണ്ടെന്ന് പറയുകയും ചെയ്യും. അന്യ ആരാധന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ നോക്കുവാൻ പോകുന്നിടത്ത് അങ്ങനെ പല സ്ഥലങ്ങൾ വഴിപാടുകൾ നടത്തിക്കൊണ്ട് നടക്കുന്നവർ അനേകരുണ്ട്. ആ ഒരു വഴിപാട് നടത്തുന്നത് അതൊരു ബുദ്ധിയില്ലാത്ത ഒരു മന്ദബുദ്ധികളുടെ ഒരു സ്വഭാവമായിട്ടാണ് ഈ വചനത്തിൽ മുഖാന്തരം നമുക്ക് മനസ്സിലാക്കുന്നത്. പ്രിയ ദൈവമക്കളെ, നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ കർത്താവ് ചെയ്ത അത്ഭുതങ്ങളും സാക്ഷികളും നാം ഒരുപാട് കേട്ടിട്ടും വീണ്ടും ദൈവത്തിൽ വിശ്വസിക്കാതെ നടക്കുകയാണെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ രാജ്യത്തിൽ പോകുവാൻ പറ്റത്തില്ല. ആയതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. ഇന്നും തന്നിൽ വിശ്വസിച്ച് ആശ്രയിച്ച് കാത്തിരിക്കുന്നവർക്ക് താൻ നല്ലത് തന്നെ ചെയ്യുന്നു എന്ന് വിശ്വസിപ്പാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവ് തുറക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹമായ ഈ സമയത്ത് കർത്താവേ, ദൈവമേ, തന്നെ വിശ്വസിക്കാതെ ഇരുന്ന കർത്താവ് ശിഷ്യന്മാരെ പോലെ അല്ലെങ്കിൽ കർത്താവെ മറ്റുള്ള ജനതയെ പോലെ അല്ല, നാം ദൈവമക്കൾക്ക് നടക്കുന്ന അനുഗ്രഹങ്ങൾ, അത്ഭുതങ്ങൾ, കർത്താവ് ചെയ്തിട്ടുള്ള സകലതും ഇന്നും ജീവിക്കുന്ന ദൈവമെന്ന് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധന്മാരുടെ സാക്ഷീകരണങ്ങൾ എല്ലാം കേട്ട് ദൈവമേ, അധികമായി നിന്നിൽ ജനങ്ങൾ വിശ്വസിച്ച് നിൻ്റെ രാജ്യത്തിൽ ഒരു കൂട്ടം ആത്മാക്കൾ വന്നു ചേരുവാൻ ഓരോരുത്തരെ നീ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവർ മാത്രമല്ല, ഇവർ തങ്ങളുടെ അടുത്തിരിക്കുന്നവരെയും ആ ഒരു വിശ്വാസത്തിലേക്ക് നയിക്കേണ്ട ഒരു കൃപ ഇവർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.